നമ്മുടെ കുട്ടികൾ ആക്റ്റീവാണ്, പക്ഷെ എഴുതാൻ കുറച്ച് താമസിക്കുന്നുവെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം ക്ഷമയോടുകൂടി അവരുമായിട്ടൊരു ചങ്ങാത്തം കൂടെ ഫോഴ്സ് ഉപയോഗിച്ചോ ഭയപ്പെടുത്തിയോ അവരെ എഴുതാൻ ശ്രമിച്ചത് പുതിയൊരു കാര്യമാണ്. അവർക്കതിനോട് താല്പര്യം വന്നില്ലെന്ന് വരാം. മറ്റു ഡിസോർഡേഴ്സ് ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ കുറച്ച് ക്ഷമയോടുകൂടി ഇഷ്ടത്തോടുകൂടി അവരെ എഴുതിപ്പിക്കാൻ ശ്രമിക്കുക. ചില കുട്ടികൾ പതുക്കെയാവും, ചില കുട്ടികൾ പെട്ടെന്നാവും. അത് അവരുടെ താല്പര്യം അനുസരിച്ചിരിക്കും. എല്ലാ കുട്ടികളും വ്യത്യസ്തരാണ്. ഒന്ന് ശ്രമിക്കുക. കാരണം ആദ്യം നമ്മൾ അമ്മമാർ പേരൻസ് ഒന്ന് ശ്രമിക്കുക. നമ്മളെക്കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പലതവണ നോക്കിയിട്ട് കഴിയില്ലെങ്കിൽ മാത്രം ഒരു വിദഗ്ധ സഹായം തേടുക. ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളും ഭയക്കണ്ട. കുട്ടികളുടെ ഭാവിയെക്കുറിച്ചും അവരുടെ സുരക്ഷയെക്കുറിച്ചും വേണ്ടിയിട്ടുള്ള എത്രയും പെട്ടെന്ന് അവർക്ക് നന്നായിട്ട് പഠിക്കണമെന്നുള്ള ഒരു സ്നേഹക്കൂടൽ കൊണ്ടാണ് നമുക്ക് ഈ ഒരു ചിന്ത വരുന്നത്. പക്ഷെ ഭയം കൊടുത്തു കഴിഞ്ഞാൽ, ഫോഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള താല്പര്യം കുറയും. നമ്മളെ ആണെങ്കിലും ഏതൊരു കാര്യവും ഒന്ന് ഫോഴ്സ് ഉപയോഗിച്ചോ ഭയപ്പെടുത്തുകയോ ചെയ്താൽ നമുക്ക് അതിനോട് തീരെ താല്പര്യം വരില്ല. അപ്പോൾ എഴുതാൻ നമ്മളോട് അവരൊരു ചങ്ങാത്തം കൂടെ എഴുത്തിനെ ചെറിയ വരകളിലൂടെ ചെറിയ പെയിൻറ്റിലൂടെ നല്ല ഒരു അന്തരീക്ഷം അവർക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് പഠിക്കാനുള്ളൊരു താല്പര്യം നമ്മുടെ കുഞ്ഞുങ്ങളിൽ ക്ഷമയോടുകൂടി ശ്രമിക്കുക. നമ്മളെക്കൊണ്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു വിദഗ്ധാഭിപ്രായം തേടുക. കുഞ്ഞുങ്ങളുടെ സുരക്ഷിത ഭാവിയും ഭയമില്ലാതെയും നമ്മുടെ കുട്ടികൾ എഴുതട്ടെ, പഠിക്കട്ടെ.